അസ്സലാമു അലൈക്കും. ഗൾഫിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ വളരെ നല്ല ഒരു തീരുമാനമായിരുന്നു അത്. ഇറാൻ ആരാണ് അമേരിക്ക എന്ന് അറബികൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ ആണ് ബദർ യുദ്ധം ഉണ്ടായത്. ബദർ യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞോടാൻ അബൂജഹലും കൂട്ടരും ഉദ്ദേശിച്ചപ്പോൾ അവിടെ ഇബ്ലീസ് വന്ന് അവർക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നു. ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന്. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ കാര്യത്തിൻ്റെ കിടപ്പ് അത്ര പന്തിയല്ലെന്ന് മനസ്സിലായപ്പോൾ ഇബ്ലീസ് അവിടെ നിന്ന് കുതറി ഓടാൻ ശ്രമിച്ചതും അബൂജഹൽ പിടിച്ചു വച്ചതുമോ ആയ ചരിത്രങ്ങൾ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്ന പോലെ കാലങ്ങളായി ഞങ്ങളുടെ രക്ഷകരായി എന്തു വന്നാലും അമേരിക്ക ഞങ്ങൾ നോക്കും എന്ന ഗ്യാരണ്ടിയിൽ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും അമേരിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് വേണ്ട പോലെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തി അമേരിക്കയിൽ സ്വർണത്തിൻ്റെ വിമാനം വരെയുള്ള ട്രംപിന് ഖത്തർ ഒരു വിമാനം തന്നെ നൽകി സുഖിപ്പിച്ചു. അങ്ങനെ പരമാവധി ട്രംപിനെ സുഖിപ്പിച്ച് നിർത്തിയവരായിരുന്നു അറബികൾ. കാര്യത്തോടടുത്തപ്പോൾ ഇബ്ലീസ് മുങ്ങിയതുപോലെ ഈ GCC രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ ബേസുകളും അവിടെ അമേരിക്കൻ പട്ടാളക്കാരുമെല്ലാം ഉണ്ടായിരുന്നു. അമേരിക്ക ഒരു കാര്യം ചെയ്യും, ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളെ അമേരിക്ക ഇതുവരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിൽ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും സാധാരണക്കാരും എല്ലാം ഉൾപ്പെടും. എങ്കിലും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായി അമേരിക്ക സ്വന്തം പൗരന്മാരോട് വേഗം നാട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്യും. എന്ന പോലെ ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിലും അമേരിക്കൻ പൗരന്മാരോട് നാട് പിടിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഈ സന്ദർഭത്തിൽ ഇബ്ലീസ് ബദറിൽ നിന്ന് പോയ പോലെ GCC രാജ്യങ്ങളിലെ ബേസുകളിലുണ്ടായിരുന്ന അമേരിക്കൻ പട്ടാളക്കാരൊക്കെയും തടി എടുത്തു സ്ഥലം വിട്ടു. ഈ അവസരത്തിലാണ് അറബികൾക്ക് ഇത് ഇത്ര കാലവും ഇവറ്റെ ഞങ്ങൾ തീറ്റിപ്പോറ്റിയത് നഷ്ടമായി പോയല്ലോ എന്ന ബോധമുണ്ടായത്. അതോടുകൂടിയാണ് ഇറാനും GCC രാജ്യങ്ങളുമായി ഒരു അന്തർധാര ഉണ്ടാകുന്നതും ഇറാൻ ഗൾഫിലേക്കുള്ള യുദ്ധങ്ങൾ നിർത്തിവെക്കുന്നതും. ഇറാൻ്റെ പ്രവൃത്തിയും വളരെ സ്വാഗതാർഹമാണ്. അറബികൾ ഇക്കാര്യത്തിൽ ഇറാനുമായി ഉണ്ടാക്കിയ ഡീലും വളരെ സ്വാഗതാർഹമാണ്. ഇനിയെങ്കിലും ഈ ഞങ്ങളെ രക്ഷിക്കാൻ ഒരു അമേരിക്കയുണ്ട് എന്ന തെറ്റിദ്ധാരണ അറബികൾ വെച്ച് പുലർത്താതിരുന്നാൽ അത്രയും നന്ന്.